ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവിന് പിന്നാലെ വന്നതാണ് ഗോവിന്ദ്. ഗീതു ആണെങ്കിൽ പിണങ്ങി ആകെ മൊത്തം ദേഷ്യത്തോടെ വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. എന്താ നിന്റെ യഥാർത്ഥ പ്രശ്നം? ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്. കണ്ണേട്ടാ, എൻ്റെ കാര്യം വിട്. എന്താ എന്നോട് പറയാൻ വന്നത് അത് പറ. അത് പിന്നെ അങ്ങനെയൊക്കെ ഗോവിന്ദ് താളം പിടിക്കുമ്പോഴേക്കും ഗീതു വിചാരിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ ആയിരിക്കുമോ കണ്ണേട്ടൻ പറയുക? ഗീതുവിനോട് ഇഷ്ടമുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കുമോ വന്നിട്ടുണ്ടാവും, അതിനായിരിക്കുമോ ഹോസ്പിറ്റലിലേക്ക് വന്നതെന്നൊക്കെയാണ് ഗീതു ചിന്തിക്കുന്നത്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, കിഷോറിൻ്റെ കാര്യത്തിലും അതുപോലെ രഞ്ജുവിനെ മുറിയിൽ പൂട്ടിയിട്ട കാര്യത്തിനും വരുണാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വലിയ സംശയമൊന്നും തോന്നില്ലായിരുന്നു. അപ്പോഴേക്കും ഗീതുവിന് ഈർഷ്യ വരികയാണ്. ഇതാണോ പറയാൻ വന്നിരുന്നത്? നീ എന്താ ഞാൻ വേറെ വല്ലതും പറയാൻ വന്നതാണെന്ന് തെറ്റിദ്ധരിച്ചോ? ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്. അപ്പം ചമ്മൽ മറച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട്, ഏയ് ഇല്ല, ഇതുതന്നെയാണെന്നാ ഞാനും വിചാരിച്ചത്. അതൊക്കെ പോട്ടെ, വരുണേട്ടൻ അത് ചെയ്യുമെന്ന് കണ്ണേട്ടനും അറിയായിരുന്നല്ലേ? ഏയ് അതുകൊണ്ടല്ല, ഇക്കാര്യത്തിലല്ല. രാധികാമ്മ പ്രതിസ്ഥാനത്ത് വന്നതാ എന്നെ തകർത്ത് കളഞ്ഞത്. ഗോവിന്ദ് കുറച്ച് വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പം ഗീതു പറയുന്നുണ്ട്, രാധികാമ്മയുടേത് ഡബിൾ പ്ലേ ആണെന്നും അവർ കളിക്കുന്നതൊക്കെ കള്ളത്തരാണെന്നും കണ്ണേട്ടൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അത് ശരിക്കും ഗോവിന്ദിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരുന്നു. ഗോവിന്ദ് പറയുന്നുണ്ട്, അതോടെ ഞാൻ ശരിക്കും എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി. ആ കൂടെ നീയും അവിടുന്ന് പോയപ്പോൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടതുപോലെ. അതാ നിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നത്. ഗോവിന്ദ് ശരിക്കും ഒരു ക്ഷീണിതനായ ഒരു അവസ്ഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ ശരിക്കും ഗീതു ഭയങ്കര ഷോക്കാവുകയാണ്. കാരണം അത്രയും പറയാതെ പറഞ്ഞൊരു പ്രണയം പോലെ തന്നെയാണ് ഗീതുവിന് അത് ഫീൽ ചെയ്യുന്നത്. താനുള്ളിടത്തേക്ക് വന്ന് കഴിഞ്ഞാൽ സമാധാനം കിട്ടും എന്ന് ഗോവിന്ദ് ആശ്വസിക്കുന്നെങ്കിൽ ഉണ്ടല്ലോ. അപ്പം ഗീതു അവിടെ നിന്ന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് ഗോവിന്ദിന് അരികിലേക്ക് വന്നതിന് ശേഷം അവൻ്റെ കൈകൾക്കുള്ളിലൂടെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് തന്നെ അതിശയത്തോടെ അത് നോക്കി നിൽക്കുകയാണ്. അപ്പം ഗോവിന്ദ് നോക്കുന്ന സമയത്ത് ഗീതു പ്രണയത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഇട്ടിട്ട് പോവില്ല, കൂടെ ഉണ്ടാവും. അപ്പം ഗോവിന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെനിക്കറിയാം. കോൺട്രാക്റ്റ് തീരുന്നത് വരെയാണോ കൂടെ വേണ്ടത്? ഗീതു ഒന്ന് കുത്തുകയാണ്. അപ്പം ഗോവിന്ദ് ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ടായിരുന്നു. പിന്നെ ആ കൈകൾ ഒന്നുകൂടെ മുറുക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പം ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് ലൈഫ് ലോങ് എഗ്രിമെൻ്റ് ആണെന്ന് ഒന്ന് പറ കണ്ണേട്ടാ. ഗീതുവിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഗോവിന്ദ്. എന്താ പറയേണ്ടതെന്ന് ഗോവിന്ദിന് മനസ്സിലാകുന്നില്ല. പിന്നെ കൈ വലിച്ചതിന് ശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനി ഞാൻ കോൺട്രാക്റ്റിനെ കുറിച്ച് സംസാരിക്കില്ല. അത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഞാൻ കോൺട്രാക്റ്റിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. പക്ഷെ നിനക്ക് എപ്പോൾ വേണേലും പറയാം അല്ലേ? അപ്പോൾ ഗീതുവും പറയുന്നുണ്ട്, കോൺട്രാക്റ്റിനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത് കണ്ണേട്ടനല്ലേ, അതുകൊണ്ടാ ഞാൻ ഇപ്പോഴും പറയുമെന്ന് വിചാരിച്ചത്. അപ്പം ഗോവിന്ദ് ഒന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഗീതുവിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ഇനി എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ. അപ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ്. ഓ, ഇതിപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായോ? ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദിൻ്റെ ഫോൺ ബെല്ലടിയുന്നുണ്ട് വീണ്ടും. അപ്പം ഗോവിന്ദ് കൈകൊണ്ട് ഗീതുവിനോട് പറയുന്നുണ്ട്, നീ മിണ്ടല്ലേ, രാധികാമ്മയാ. ഞാൻ മിണ്ടാതിരിക്കണമെങ്കിലേ ലൗഡ് സ്പീക്കറിലിടണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനും അമ്മയും സംസാരിക്കുന്നത് നീ എന്തിനാ കേൾക്കുന്നത്? എനിക്ക് കേൾക്കണം, കേട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ചിലച്ചോണ്ടിരിക്കും. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ ചിലച്ചോ, എങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാലും ലൗഡ് സ്പീക്കറിലിടുന്ന പ്രശ്നമേ ഇല്ല. എന്നാലേ എനിക്കതൊന്ന് കാണണം. ഗീതു, നീ വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഞാൻ അത്ര നോർമൽ അല്ലാത്ത രീതിയിലേ സംസാരിക്കൂ. അതെന്തിനാ? ഗീതു ചോദിക്കുന്നുണ്ട്. അതിൽ കാര്യമുണ്ട്. ഗോവിന്ദ് ഫോൺ എടുത്തിട്ട് കള്ളു കുടിച്ച് നാവ് കുഴഞ്ഞ പോലെ സംസാരിക്കുന്നത്. ഹലോ. അപ്പോഴേക്ക് ഗീതു ഫോൺ എടുത്തിട്ട് സ്പീക്കർ ഓണാക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പ്രതീക്ഷിക്കാണ്ട് ഗീതു അങ്ങനെ ഓണാക്കിയപ്പോൾ ഗോവിന്ദ് സ്റ്റെക്കായി പോയി. മാത്രമല്ല ഗോവിന്ദിനെ പിടിച്ച് അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഗീതു. എന്നിട്ട് സ്പീക്കർ ഓണാക്കിയപ്പോഴേക്കും രാധികയുടെ ശബ്ദം കേൾക്കുകയാണ്. ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ നീ എന്തിനാ കട്ടാക്കിയത്? അതെ, ഞാൻ ഉറങ്ങിപ്പോയി, സോറി. അപ്പം രാധിക സംശയത്തോട് ചോദിക്കുകയാണ്, നീ മദ്യപിച്ചിട്ടുണ്ടോ? അപ്പോഴേക്കും ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കിട്ടാൻ വേണ്ടി ഗോവിന്ദ് കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഗീതു ഫോൺ കൊടുക്കാതെ തന്നെ ഗോവിന്ദിൻ്റെ അരികിലേക്കായിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, അത് മഹേഷ് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇച്ചിരി ഓവറായിപ്പോയി. സോറി അമ്മേ, എനിക്ക് മാപ്പ് തരൂ. ഗീതു ഫോൺ ഒരു തരത്തിലും ഗോവിന്ദിന് കൊടുക്കുന്നുണ്ടായില്ല. അവസാനം ഗീതുവിനെ കൂടെ ചേർത്തിട്ട് ഗോവിന്ദ് പിടിക്കുകയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, കണ്ണാ, നീ ഇങ്ങനെ മദ്യപിച്ച് ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ പെരുമാറരുത്. അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ അമ്മേ. എന്ന് വെച്ച് എൻ്റെ സ്ഥാപനത്തിനൊരു പേരുദോഷം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. നാവ് കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവിന്ദ് സംസാരിക്കുന്നത്. മാത്രമല്ല ഗീതുവിനെ ചേർത്ത് പിടിച്ചിട്ട് ഫോണൊന്ന് കിട്ടുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, സ്ഥാപനത്തിനല്ല, നിനക്ക് തന്നെയാണ് പേരുദോഷം വരാൻ പോകുന്നത്. ഇന്ന് രഞ്ജുവിനൊപ്പം ഹോസ്പിറ്റലിൽ ഗീതു അല്ലേ? അതെ. എന്താ അമ്മേ? എന്നാൽ അവൾ മാത്രമല്ല, അവൾക്ക് പിന്നാലെ കിഷോറും ഹോസ്പിറ്റലിലേക്കാണ് പോയിരിക്കുന്നേ. ഇന്ന് ബൈസ്റ്റാൻഡർ റൂമിൽ അവർ ഒരുമിച്ചായിരിക്കും. അത് കേട്ടപ്പോഴേക്കും ഗീതു തനി ഭദ്രകാളിയാവുകയാണ്.
അത് കാണുന്ന ഗോവിന്ദ് ഇങ്ങനെ പതറിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവമേ, ഗീതു എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ രാധിക അങ്ങേ തലക്കിൽ നിന്ന് പറയുന്നുണ്ട്, ഇനിയും അവളുമായിട്ടുള്ള ബന്ധം തുടരുന്നത് നിനക്കത്ര നല്ലതല്ല. ദൈവമേ, ഇവരെ ഞാൻ എന്താ ചെയ്യുക എന്നൊരവസ്ഥയിലാണ് ഗോവിന്ദ് കേട്ടു നിൽക്കുന്നത്. മറുത്തൊന്നും പറയാനും പറ്റില്ല. ഗീതുവിനെ കുറിച്ച് അപവാദമാണ് പറയുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ വല്ലവൻ്റെയും കുഞ്ഞ് നിന്നെ അച്ചാന്ന് വിളിക്കും, രാധിക കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. രാധികയുടെ സംസാരം കേട്ടപ്പോൾ ഗീതുവിൻ്റെ കിളി പോവുകയാണ്. ഗീതു പറയുന്നുണ്ട് മനസ്സിൽ, ഇവരെ ഞാനിന്ന് എന്നൊക്കെ പറഞ്ഞ് പല്ല് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഗീതു ഇപ്പം തന്നെ എന്തെങ്കിലും പറയുമെന്ന് ഗോവിന്ദിന് ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഗീതു തിരിച്ച് മറുപടി പറയുമ്പോഴേക്കും ഗീതുവിൻ്റെ വായ അമർത്തി മൂടി വെക്കുകയാണ്. എന്നിട്ട് നാവ് കുഴഞ്ഞുകൊണ്ട് തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും പറയല്ലേ. തൽക്കാലം ഗീതുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഗോവിന്ദ് പറയുന്നുണ്ട്, മറ്റൊരു സ്ത്രീയിൽ ജനിച്ച ഞാൻ അമ്മ എന്ന് വിളിക്കുന്നില്ലേ, പോരെ തൽക്കാലം എന്നൊരർത്ഥത്തിൽ ഗോവിന്ദ് ഗീതുവിനെ നോക്കുന്നുണ്ട്. അപ്പം രാധികയ്ക്ക് അത് ശരിക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വരുൺ എന്നെ ഏട്ടാന്ന് വിളിക്കുന്നില്ലേ. അതൊക്കെ രാധികയ്ക്ക് ഭയങ്കര ഷോക്ക് തന്നെയായിരുന്നു, ഗോവിന്ദിൻ്റെ നാവിൽ നിന്നും അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ. അപ്പോൾ ഗോവിന്ദ് കള്ള് കുടിച്ചൊരു രീതിയിൽ തന്നെയാണ് പറയുന്നത്, കുഞ്ഞുങ്ങളല്ലേ അമ്മേ, അവരറിയാതെ അവരുടെ നാവിൽ നിന്ന് പലതും വീഴും. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഗീതുവിൻ്റെ കുഞ്ഞ് എന്നെ അച്ചാന്ന് വിളിക്കും, പോരെ എന്നൊരർത്ഥത്തിൽ ഗീതുവിനെ നോക്കുമ്പോഴാണ് ഗീതു ഒന്ന് കുറച്ചൊരു വിജയിച്ച മട്ടിൽ ചിരിക്കുന്നുണ്ട്, പുഞ്ചിരിക്കുന്നുണ്ട്. പക്ഷെ രാധികയ്ക്ക് അതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ദേഷ്യമാണ് വരുന്നത്. അപ്പം ഗീതു ഗോവിന്ദിൻ്റെ ഷർട്ടിന് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അത് നിങ്ങളുടേത് മാത്രമായിരിക്കും മനുഷ്യ, അച്ചാന്ന് വിളിപ്പിക്കുകയും ചെയ്യും. ഗീതു മനസ്സിൽ അതാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ ഗോവിന്ദ് പോരെ തൽക്കാലം അമ്മയ്ക്ക് ഇത്ര കൊടുത്താൽ പോരെ എന്നുള്ള അർത്ഥത്തിൽ പുഞ്ചിരിക്കുകയാണ്. അപ്പം രാധിക തിരിച്ചു മറുപടി പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞ് നിന്നെ അച്ചാന്ന് വിളിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, പക്ഷേ കിഷോറിൻ്റെ കുഞ്ഞ് നിന്നെ അങ്ങനെ വിളിച്ചാ എന്ന് രാധിക പറയുമ്പോഴേക്കും ഗീതുവിൻ്റെ കൺട്രോൾ പോയി കിഷോ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിൻ്റെ വായ പൊത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഗീതുവിൻ്റെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ കൈയൊക്കെ കുതറുകയാണ്. ഗോവിന്ദിൻ്റെ കൈയൊക്കെ ഗീതു കടിച്ച് പറിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ ഗോവിന്ദ് അമ്മയോട് പറയുന്നുണ്ട്, നമുക്ക് ഗീതുവിനെ കാട് കടത്തി നാട്ടിൽ നിന്ന് വിടാമേ. ആ എന്ന് പറഞ്ഞു അറിയാതെ ഗീതുവിനെ കടി കൊണ്ട സമയത്ത്, കണ്ണാ എന്തു പറ്റി, ഇവിടെ ഭയങ്കര കൊതുക്. എന്നിട്ട് ഗീതുവിൻ്റെ നെറ്റിയിലൊരു തട്ട് കൊടുത്തിട്ട് പറയും, ഒരു കില്ലാടി കൊതുകനെ കടിച്ചതാ, ഗീതുവിനെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്ത് നീ നിൻ്റെ മാനം രക്ഷിക്കണം. അപ്പോൾ ഗോവിന്ദ് ഗീതുവിൻ്റെ മുന്നിൽ കൂപ്പ് കൈയോടെ നിന്നിട്ട് കരയുന്ന പോലെ പറയാണ്, അതിന് അവളും കിഷോറും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് നിയമപരമായി തെളിയിക്കാൻ പറ്റണ്ടേ. സത്യം പറഞ്ഞാൽ അമ്മയുടെയും ഭാര്യയുടെ ഇടയിൽ കിടന്നിട്ട് ശ്വാസം മുട്ടായിരുന്നു നമ്മുടെ ഗോവിന്ദ്. അപ്പം രാധിക പറയുന്നുണ്ട്, തെളിവുകൾ അത് ഉടനെ ഉണ്ടാവും, ഞാൻ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്, രാധിക വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ഇപ്പുറത്തൊന്നും നിങ്ങൾ കുറേ ഉണ്ടാക്ക് എന്നൊരർത്ഥത്തിൽ തലയാട്ടാണ്. അതേസമയം ഗോവിന്ദാണെങ്കിൽ ഗീതു കടിച്ച കൈയുടെ വേദന കാരണം വിഷമിക്കുകയാണ്. നീ നല്ല ഫിറ്റാണെന്ന് തോന്നുന്നു, എന്തായാലും കിടന്നോ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ഓക്കെ അമ്മേ. നാവ് കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവിന്ദ് പറയുന്നത്. കോള് കട്ടായതിനു ശേഷം ഗീതുവിനെ നോക്കിയൊരു ലിച്ച ചിരിച്ചിരിക്കുന്നുണ്ട് ഗോവിന്ദ്. അതിനുശേഷം ഗോവിന്ദ് ഗീതുവിനോട് ദേഷ്യത്തോടെ നിൽക്കുന്ന ഗീതുവിനോട് പറയാണ്, നീ എന്താടി പോമറേനും പട്ടിയാണോ ഇങ്ങനെ കടിക്കാൻ, ഈ പല്ലുകൊണ്ട് കുത്തിയിറക്കിയ സൂചി കുത്തിയ പോലെയാ. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ വായിൽ കുത്തിപ്പിടിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, പെണ്ണിൻ്റെ ആയുധ പല്ലും നഗോ. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, പിന്നെ നിനക്കെന്താ എന്നെ മാന്തണോ, മാന്തിയിട്ട് വേണം ഇനി അത് പരാതിയായിട്ട് പറഞ്ഞു നടക്കാൻ. ശരീരം മാന്തിക്കീറി മുളക് പൊടി തേക്കേണ്ടത് ആരുടെയാണെന്ന് അറിയാമോ, കണ്ണേട്ടൻ്റെ രാധികാമ്മയുടെ. എന്നെക്കുറിച്ച് അവരെന്തൊക്കെയാണ് പറഞ്ഞത്, ഞാനിന്ന് അവരെ കൊല്ലും. അപ്പം ഗോവിന്ദ് സ്നേഹത്തോടെ പറയുന്നുണ്ട്, നിന്നെപ്പറ്റി രാധികാമ്മ ഇത്ര മോശമായിട്ട് സംസാരിക്കുന്നു ഞാനും വിചാരിച്ചില്ല, അത് കേട്ടിട്ട് എനിക്കും സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയാം, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, എനിക്ക് ഇപ്പം അവരെ കൊല്ലണം. ഗീതു അവിടുന്ന് ചാടിത്തുള്ളി പോകുമ്പോഴേക്കും ഗോവിന്ദ് പിന്നാലെ പോയി തടയാണ്. ഗീതു 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 രാധികാമ്മയെ കൊന്നാ നിന്റെ പേരുദോഷം മാറുമോ, മീഡിയക്കാരുണ്ടാക്കാൻ പോകുന്നത് അവിഹിതം കണ്ടുപിടിച്ച അമ്മായിയമ്മയെ മരുമകൾ കൊന്നുന്നായിരിക്കും, എന്നാൽ പിന്നെ കൊല്ലണ്ട, കയ്യും കാലും തല്ലിയൊടിക്കാം, നീ ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് ഗീതുവിനവിടെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, അക്രമവും അടിപിടിയും കൊലപാതകമൊന്നും ഒന്നിനൊരു പരിഹാരമല്ല, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. അപ്പോൾ ഗീതു ചാടി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, എൻ്റെ ദേഷ്യമൊക്കെ അപ്പം ഞാൻ എങ്ങനെ തീർക്കും, നമ്മൾ തമ്മിലുള്ള ഡിവോഴ്സ് കേസിന് ബലം കിട്ടാൻ നീയും കിഷോറും തമ്മിലുള്ള ബന്ധത്തിന് തെളിവുകൾ ഉണ്ടാക്കാൻ, അതിനുവേണ്ടിയാണ് രാധികാമ്മയുടെ ശ്രമം. കള്ള തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അവരോട് ഞാൻ ക്ഷമിക്കില്ല, നീ ഇവിടെ ഇരിക്ക്, അവരുടെ പ്ലാൻ നമുക്ക് പൊളിച്ചാൽ പോരെ. ഗീതു ഇടഞ്ഞു നിൽക്കുന്നിടന്ന് ഗോവിന്ദ് ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു ക്ഷമയോടെ കേട്ട് നിൽക്കുകയാണ്. നമ്മൾ രണ്ടുപേരും കൂടി അമ്മയും വരുണും ഉണ്ടാക്കുന്ന കള്ള പ്ലാൻ പൊളിക്കുന്നു. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എങ്ങനെ, പറയാം എന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ ഗീതുവിന് ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുകയാണ്.
ഇടയിൽ കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്ലാന് കേട്ടപ്പം ഗീതുവിന് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവസാനം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ ബദൽ പ്ലാൻ വർക്കൗട്ട് ആവില്ലേ? ഉറപ്പായിട്ടും ആവും. പക്ഷെ എവിടെയെങ്കിലും പാളിപ്പോയാ ഞാൻ ഭൂലോക മോശക്കാരിയാവും. രാധികാമ്മ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പേരുദോഷം ഉണ്ടല്ലോ. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടു. ഇപ്പോൾ പറഞ്ഞ പ്ലാൻ കണ്ണേട്ടനും രാധികാമ്മയും ചേർന്ന് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഗോവിന്ദ് സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, നിനക്കെന്നെ വിശ്വാസമില്ലേ? അത് കണ്ടപ്പം ഗീതുവിനും വിഷമാവും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, എനിക്ക് കണ്ണേട്ടൻ്റെ വിശ്വാസമാണ്. കണ്ണേട്ടൻ എന്നെ ചതിച്ചാ സന്തോഷത്തോടെ ഞാൻ ആ ചതി ഏറ്റുവാങ്ങും. ഗീതു ഉള്ളു തട്ടിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഗോവിന്ദും പ്രണയത്തോടെ ഗീതുവിനെ നോക്കി നിൽക്കുകയാണ്. ഇനി എന്നെ കൊല്ലണമെന്നാണെങ്കിലും ആ മരണവും എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്നേ ഞാൻ കരുതൂ. ഗീതുവിൻ്റെ കണ്ണുകളിലേക്ക് എന്നെ നോക്കിക്കൊണ്ട് ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട്, എന്നോടുള്ള ഈ വാക്കുകളിൽ ഗീതുവിൻ്റെ പ്രണയമല്ലേ ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഗീതുവും കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വിചാരിക്കുകയാണ്, ഞാൻ പറയാതെ തന്നെ എൻ്റെ സ്നേഹം പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എൻ്റെ ഉള്ളിലെ പ്രണയം വിശദീകരിക്കുന്നത് എങ്ങനെയാ? പക്ഷേ പെട്ടെന്ന് തന്നെ ഗോവിന്ദിൻ്റെ മനസ്സിലേക്ക് വിജയലക്ഷ്മിയോട് അന്ന് അവസാനമായി പറഞ്ഞ വാക്കുകളാണ്. ജീവിതത്തിൽ നിങ്ങൾ എനിക്ക് നൽകാത്ത സ്നേഹവും കരുതലും ഒരു വാത്സല്യവും തന്ന് എന്നെ വളർത്തിയ രാധികാമ്മയുടെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ ഒരുക്കമാ. അപ്പോൾ ഗോവിന്ദ് ചിന്തിക്കുകയാണ്, ഒരാൾ അങ്ങനെ പറയുന്നത് പ്രണയം കൊണ്ടല്ല, അയാളിലുള്ള ആത്മാർത്ഥമായ വിശ്വാസം കൊണ്ടാ. ഗീതു ഗോവിന്ദിൻ്റെ നാവിൽ നിന്നും ആ വാക്ക് കേൾക്കാൻ കാത്തിരിക്കുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, നിനക്ക് എന്നിലുള്ള വിശ്വാസത്തിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. അതും ഗോവിന്ദിന് മനസ്സിലായിട്ടില്ല എന്നുള്ള നഗ്നസത്യം ഗീതുവിന് മനസ്സിലാവുകയാണ്. പിറ്റേന്ന് അജാസിൻ്റെ കൂടെ കാറിൽ പോകുമ്പോൾ ഗീതു സംശയത്തോടെ പറയുന്നുണ്ട്, അജാസിക്ക, ലക്ഷണം കണ്ടിട്ടേ അധികം വൈകാതെ രാധികാമ്മയുടെ നീരാളിക്കൈകളിൽ നിന്ന് നിങ്ങളുടെ അളിയൻ രക്ഷപ്പെടുന്നാ എനിക്ക് തോന്നുന്നേ. അത് ഒരു തോന്നൽ മാത്രമായിട്ട് അവശേഷിക്കും പെങ്ങളെ, അജാസ് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാധികാമ്മ കത്തിയെടുത്ത് മുന്നിൽ വന്ന് നിന്ന് നെഞ്ചിൽ കുത്തിയാലും അത് രാധികാമ്മ അല്ല എന്നേ ഗോവിന്ദ് സാർ പറയൂ. അത്രയ്ക്ക് ആത്മബന്ധമാ സാറിന്. രാധികാമ്മയ്ക്ക് തിരിച്ചു അങ്ങനെയാ. ഏറെക്കുറെ ശരിയാന്നുള്ളത് ഗീതുവിന് അറിയാം. പക്ഷെ രാധികാമ്മയ്ക്ക് ആത്മബന്ധമുള്ളെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അജാസ് പറയുന്നുണ്ട്, ഗോവിന്ദ് സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. സ്വന്തം മോനേക്കാൾ കൂടുതൽ സ്നേഹ രാധികാമ്മയ്ക്ക്. കൊല്ലാനുള്ള സ്നേഹം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. രാധികാമ്മയ്ക്ക് ഗോവിന്ദേട്ടനോട് അങ്ങനെയുള്ള സ്നേഹ അല്ലേ? അല്ലെങ്കിൽ അത്രയ്ക്ക് സ്നേഹിക്കുന്ന മോനെ അവർ കൊല്ലാൻ ശ്രമിക്കുമോ? പക്ഷെ അത് അജാസ് ഷോക്കോടെയാണ് കേട്ടു നിൽക്കുന്നത്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, രാധികാമ്മ കണ്ണേട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു വീഡിയോ തെളിവ് ഞാൻ തയ്യാറാക്കിയതാ. പക്ഷെ അജാസ് പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ചിലപ്പോൾ വരുൺ അങ്ങനെ ചിന്തിച്ചാലും രാധികാമ്മ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. മനസ്സിലായി, പഴയ ബോസിനോടുള്ള ആത്മാർത്ഥത. രാധികാമ്മയാണല്ലോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തേ. ആ സ്നേഹം ഇപ്പോഴും കാണാതിരിക്കുമോ? ഞാൻ ഗീതുവിനോട് പറഞ്ഞിട്ടില്ലേ, എന്നെ വിശ്വസിച്ചവരെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല എന്ന്. അതുകൊണ്ടാണോ രാധികാമ്മയെ ന്യായീകരിക്കുന്നേ? ചോറൂട്ടിയ കൈകൾ തന്നെ കഴുത്ത് ഞെരിക്കാൻ തയ്യാറെടുത്താൽ പിന്നെന്താ ചെയ്യുക? ഞാൻ ഗോവിന്ദ് സാറിനെ സഹായിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവരെനിക്കെതിരെ തിരിഞ്ഞു, കൊല്ലാൻ വരെ ശ്രമിച്ചു. അതൊക്കെ ഗീതുവിന് ഷോക്കായിരുന്നു. അങ്ങനെയുള്ളവരോടൊപ്പം ഞാൻ ഇനി കൂടി നിൽക്കുമെന്ന് പെങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഗീതു പറയാണ്, ഞാനത് വിശ്വസിക്കണമെങ്കിൽ എല്ലാം എന്നോട് തുറന്നു പറ. അപ്പം അജാസ് പറയുന്നുണ്ട്, ഇതിൽ കൂടുതലൊരു തുറന്നു പറച്ചിൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പെങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഉള്ള ക്ലൂ ഞാൻ തന്നിട്ടുണ്ട്. ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കും എന്ന് വീമ്പിളക്കുന്ന ആളല്ലേ, ഇതെങ്കിലും ഒന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്ക്. അതുകൂടെ കേട്ടപ്പോൾ ഗീതുവിന് ദേഷ്യം വരാണ്. എൻ്റെ കൂടപ്പിറപ്പാണെങ്കിൽ കൂടപ്പിറപ്പല്ലേ? അല്ല, ശരിക്കുള്ള കൂടപ്പിറപ്പല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് വെച്ച് തന്നേനെ. എനിക്ക് പക്ഷേ ഗീതു എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ്. അപ്പോൾ ഗീതുവും പറയുന്നുണ്ട്, എനിക്കെൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനേക്കാൾ ഇഷ്ടം അജാസിക്കയെ തന്നെയാണ്. അപ്പോൾ ഗീതുവും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരാങ്ങളയോടുള്ള എല്ലാ ഇഷ്ടത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും കൂടി തന്നെയാണ് ഞാനും ഇക്കാന്ന് വിളിക്കുന്നത്. എൻ്റെ കൂടെ പിറന്ന ആങ്ങളെ വെച്ച് നോക്കുമ്പോഴേ എനിക്ക് എത്ര പ്രിയപ്പെട്ട ആളാണെന്നറിയോ? നേരെ ചെമ്പകശ്ശേരി പോയിട്ട് രഞ്ജുവായിട്ടുള്ള വീഡിയോസ് വിജയലക്ഷ്മിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഗീതു. ആ വീഡിയോയിൽ രഞ്ജു അത്രയും കൊഞ്ചിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്താ, ആർക്കാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. അപ്പം ഞാനും നീയും തമ്മിൽ ഇത്രയും ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ വിശ്വസിക്കുന്നില്ല. അതിനാന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ഗീതു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള സ്നേഹവും കെട്ടിപ്പിടുത്തമൊക്കെ വിജയലക്ഷ്മി കാണുമ്പോൾ വിജയലക്ഷ്മിക്ക് തന്നെ അത്ഭുതമാവുകയാണ്. നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് അവളെ വളച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു തന്നെ ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട്, ഹായ്, ഞാനും ഗീതുവും ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സാ എന്ന് പറഞ്ഞ് പരസ്പരം കിസ്സൊക്കെ കൊടുക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. കാരണം മകളെ അത്രയും സന്തോഷത്തോടെ കാണുമ്പോൾ. അവർ കരയുന്നത് കണ്ടിട്ടാണ് ഗീതു അങ്ങോട്ട് വരുന്നത്. അതേ, രഞ്ജുവിനെ ഞാൻ സെറ്റാക്കി എടുത്തത് എങ്ങനെയുണ്ട്? കൊള്ളാം, ഇത്രയും അടുപ്പത്തിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ രണ്ടാമത്തെ മകള് ഒരു പുലി തന്നെ. അയ്യോ, ഞാനൊരു പാവം ഗീതു. പക്ഷേ സാക്ഷാൽ പുലി ഗോവിന്ദ് മാധവ് വരെ എൻ്റെ മുന്നിൽ വെറും എലിയ. അത് മുമ്പും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഇതങ്ങനെയല്ല, മുമ്പ് ഞാൻ കണ്ണേട്ടനെ പെർഫോമൻസ് കൊണ്ട് ഒതുക്കിയിരുന്നു.
പക്ഷെ ഇപ്പോൾ കണ്ണേട്ടൻ ഒരു പൂച്ചക്കുട്ടിയെ പോലെ സ്വയം ഒതുങ്ങിത്തരുവാ. അയ്യോടാ, പൂച്ചക്കുട്ടിയോ? എങ്കിൽ ആ പൂച്ചക്കുട്ടിയെ മടിയിലിരുത്തി നീ സൗകര്യം പോലെ ലാളിച്ചോ. പക്ഷെ അതിനു മുമ്പ് ആ പൂച്ചക്കുട്ടിയുടെ തള്ളപ്പൂച്ചയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കള്ളിപ്പൂച്ചയെ കൈകാര്യം ചെയ്യണം. അത് കേട്ടപ്പോൾ വിജയലക്ഷ്മി ഒന്ന് നടുങ്ങുകയാണ്, ഗീതു ഒക്കെ മനസ്സിലാക്കിയോ എന്ന് വിചാരിച്ചിട്ട്. ഇതൊന്നും മനസ്സിലാവാതെ ഗീതു പറയുന്നുണ്ട്, രാധികാമ്മയെ പുറത്താക്കാൻ ഇന്നൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാ വിജയലക്ഷ്മിക്ക് മനസ്സിലായത് രാധികയെക്കുറിച്ചാണ് ഗീതു പറയുന്നതെന്ന്. ഓ, അത് നന്നായി. ഓപ്പറേഷനോ? എന്ത് ഓപ്പറേഷൻ? കുറച്ച് ദിവസമായിട്ട് ഞാനും കണ്ണേട്ടനും കൂടി ചേർന്ന് നടത്തുന്നൊരു ഡ്രാമയാ. അതിൽ രാധികാമ്മയും വരുണേട്ടനും ഒക്കെ വീണ് കിടക്കുക. ഇനി കുറുക്കൊന്ന് മുറുകിയാൽ മാത്രം മതി. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് നടക്കും. ഓ, നീ കാര്യം എന്താണെന്നൊന്ന് തെളിച്ച് പറ ഗീതു മോളെ. ആ സന്തോഷ വാർത്ത ഞാൻ വന്ന് പറയുന്നത് വരെ എന്താ നടക്കുന്നതെന്ന് സർപ്രൈസ്. ഞാനേ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതാ, ഒന്ന് നീട്ടി അനുഗ്രഹിച്ചേ. അപ്പം വിജയലക്ഷ്മിക്ക് ചെറിയ കുട്ടികളെ പോലെ പറയുന്നുണ്ട്, ഞാനേ കാര്യം പറയാതെ അനുഗ്രഹിക്കില്ല, അതൊക്കെ വാങ്ങിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിലത്തിരുന്നിട്ട് വിജയലക്ഷ്മിയുടെ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ഗീതു. ഗീതുവിൻ്റെ കുട്ടിക്കളി കാണുന്ന സമയത്ത് വിജയലക്ഷ്മി പോലും അറിയാതെ അനുഗ്രഹിച്ചു പോവാണ്. ഇന്ന് നിങ്ങൾ നടത്താൻ പോകുന്ന ആ ഒരു ഇതിൽ നിങ്ങൾ വിജയിക്കട്ടെ എന്ന്. ഓക്കെ, ഇനി ഇത് സക്സസ് ആവും, അപ്പോൾ വൈകുന്നേരം കാണാം. പക്ഷേ പോവാൻ നേരത്ത് വീണ്ടും ഗീതു പറയുന്നുണ്ട്, അതെ രഞ്ജുവിനിവിടെ റൂം റെഡിയാക്കി വെച്ചോ, ഡിസ്ചാർജിനെ കുറിച്ച് ഇന്ന് പറയാമെന്ന ഡോക്ടർ പറഞ്ഞത്. അത് വിജയലക്ഷ്മിക്ക് നല്ല അത്ഭുതം തന്നെയാണ്. ഞാൻ വാക്ക് പാലിക്കും, അവൾ അറക്കല്ലേക്കല്ല ഈ ചെമ്പകശ്ശേരിയിലേക്ക് തന്നെ വരും. അത്ഭുതപ്പെട്ട് നിൽക്കുന്ന വിജയലക്ഷ്മിയോട് യാത്ര ചോദിച്ചിട്ട് ഗീതു പോവാണ്. ഗീതുവിന് ഇത്രയ്ക്കൊക്കെ പറ്റുമോ? എന്ത് മാജിക്കാണ് അവൾ പ്രയോഗിക്കുന്നത്? അതേസമയം രാധിക വരുണ് സംസാരിക്കുന്നുണ്ട്. രാധിക പറയുന്നുണ്ട്, ഡിവോഴ്സ് കേസ് നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് നിയമപരമായ തെളിവുകൾ വേണമെന്നാണ് കണ്ണൻ പറയുന്നത്. അവർ രണ്ടുപേരും മിസ്റ്റർ ആൻഡ് മിസ്സസ് കിഷോർ എന്ന് പറഞ്ഞ് മുറിയെടുത്തതിൻ്റെ തെളിവുണ്ടല്ലോ, അത് പോരാ, അത് കോടതിയിൽ ഗീതു ഇല്ലാതാക്കും. പ്രത്യേകിച്ച് ജഡ്ജിക്ക് അവളോട് താല്പര്യമുള്ള സ്ഥിതിക്ക് അതിനേക്കാളും നന്നായിട്ട് അവർ തമ്മിൽ അവിടെ കയറുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. കണ്ണൻ ഗീതുവിനെ വിളിച്ചു വരുന്നതായിട്ട് അവൾക്ക് തോന്നാവൂ. ആ കൂടെ കിഷോറും ഉണ്ടായാൽ മതി. പക്ഷേ CCTV ഫുട്ടേജിലെ ഡേറ്റ് തിരുത്തേണ്ടി വരും. അത് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പാ. ഗോവിന്ദേട്ടൻ ഒരു ദിവസം മാറ്റി നിർത്തണം, അല്ലെങ്കിൽ തന്നെ അവന് ഇങ്ങോട്ടേക്ക് വരാനുള്ള താല്പര്യം ഇപ്പോൾ കുറഞ്ഞു. ഇന്നലെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓ, അതാണോ ഏട്ടൻ ഇതുവരെ എത്താത്തേ? ഇന്ന് സൺഡേ അല്ലേ, എത്താൻ വൈകും. ഗീതുവായിട്ട് വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി പരമാവധി ലേറ്റായിട്ടേ വരുള്ളൂ. അപ്പോഴേക്കും ഗീതു അജാസ് അവിടെ എത്തുകയാണ്. കാറ് തുറന്ന് ഗീതു ഇറങ്ങി മുകളിലേക്ക് പോകുമ്പോഴേക്കും രാധിക വരുണോട് പറയുന്നുണ്ട്, ഓ ഗീതുവും സെക്യൂരിറ്റി എത്തിയല്ലോ. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി അജാസ് വിളിക്കുന്നുണ്ട്, പെങ്ങളെ. ഗീതു തിരിഞ്ഞു നോക്കുന്നു. അതുപോലെ തന്നെയാണ് രാധികയും വരുണും ഞെട്ടലോട് കൂടിയാണ് അത് കേൾക്കുന്നത്. അജാസ് പെങ്ങളെ എന്ന് വിളിച്ചത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.